കൊണ്ട് ഒരു കുട്ടി ഫ്രോക്ക്. അപ്പൊ കസ്റ്റമർക്ക് പറ്റിയ ഒരു കയ്യബത്തായിരുന്നു കേട്ടോ ഈ ഒരു സാരി. അപ്പൊ കസ്റ്റമർ ഈ ഒരു സാരി ആയിട്ട് തന്നെ ഓർഡർ ചെയ്താട്ടോ. ഇത് ഓർഡർ ചെയ്ത സമയത്ത് അതിന്റെ ഫോട്ടോസ് കാണാൻ നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ കസ്റ്റമർ വിചാരിച്ചു സാരി നല്ല സെറ്റ് ആയിരിക്കും. പക്ഷെ സാധനം കൈ കിട്ടിയപ്പോഴാണ് ആൾ ഇത് ഭയങ്കര നൈസ് ആണെന്നും ഇത് വേറെ ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അപ്പൊ പിന്നെ ആൾ ആ ഒരു സാരിയും കൊണ്ട് പേരക്കുട്ടിക്ക് ഒരു ഫ്രോക്കും മരുമോൾക്ക് ഒരു ടോപ്പ് അടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് ഞങ്ങൾ അടുത്ത് എത്തുന്നത്. അപ്പൊ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രോക്കാണ് കേട്ടോ. അപ്പൊ ഫ്രോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനിൽ ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ മേലെ ഭാഗത്ത് സ്ലീവ്ലെസ് ആയിട്ട് സ്ട്രാപ്സ് പോലെ കൊടുക്കണ പോലെ ചെയ്യാന്ന്. അതേപോലെ തന്നെ താഴെ ഭാഗത്ത് അംബർല കട്ടില് അതിന്റെ താഴത്തായിട്ട് ഫ്രിൽസ് വെച്ചിട്ടും കൊടുക്കാന്ന്. പക്ഷെ എനിക്ക് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ഒരു വൈറ്റ് ഡോട്ട്സ് ഉണ്ടല്ലോ അതിങ്ങനെ പൊടി പോലെ പൊടിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു നെറ്റും ഭയങ്കര നൈസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഈ ഒരു ഫ്രോക്ക് അങ്ങനെ കുറെ ടൈംസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂലെന്ന്. പക്ഷെ ഇതിന്റെ ഒരു കളർ സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാണാൻ തന്നെ വേറൊരു ഭംഗിയുണ്ടായിരുന്നു ഒരു കളർ. അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു മെറ്റീരിയൽ നൈസ് ആയതുകൊണ്ട് തന്നെ മേലെ ഭാഗത്ത് രണ്ടായിട്ടും താഴെ ഭാഗത്ത് മൂന്നാലൊക്കെ ആയിട്ടോ കട്ടിയിൽ ലൈനിങ് വെച്ചിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ അപ്പർ പാർട്ടിൽ മേലായിട്ട് ഞാൻ ഫ്ലവേഴ്സും പിന്നെ ഇതിന്റെ ഒരു സ്ട്രാപ്സ് ഞാൻ ക്രോസ്ഡ് ആയിട്ടോ കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ ബോസും ഒക്കെ ഞാൻ വെച്ചിരുന്നത്.